അല്ല നമുക്ക് കളിച്ചാൻ പോവാ. ആ ഭ്രാന്തനെ പൊടിയല്ല പോണേ. അപ്പുണ്ണിയല്ലേ വരുന്നത്? അപ്പുണ്ണിയ വേണ്ട പുണ്യജ് പോണേ ഈ വെയിലും കൊണ്ട് ചോറ് തിന്നാ പേരി പോയി കുത്തോണ ഈ വെയിലും കൊണ്ട് നടക്കുക. പാവട്ടോ ഒരു മനുഷ്യന്റെ ഒരവസ്ഥ. ആരാ നേരത്തെ? ആ തെക്കേല 9 എഴുതി വെച്ചിന് വേറത്തെ വേണം. വായിച്ചുമ്പോൾ അങ്ങനെ വായിച്ചേണ്ടി. ആ പരിധിക്ക് പുറത്താണെന്നോ? അല്ലല്ലോ, ഞാൻ ഇതുവരെ എന്റെ പരിധി വിട്ടിട്ടില്ല. പരിധി വിട്ടൊരു കാര്യം കേക്കോ ചെയ്യലില്ല. മോളെ ഇതൊരു കാര്യം ചെയ്യേ, ഞാൻ എൻ്റെ അമ്മായിമാരോട് ചോദിച്ചു നോക്ക്. ഞാൻ കരുതി മമ്മദിന്റെ മരുവളാന്നാ, ദൈഡന്റെ കമ്പനിന്നാ. ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഇല്ല, അത് പറ്റൂല മമ്മതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 10 എന്ന് പറഞ്ഞാൽ 10. ചേക്കോന് ബാപ്പിയും ബാക്കും ഒന്നുള്ളൂ. അതിൽ നടക്കണം. വിൽക്കണത് ഇഞ്ഞ് ഒരു ചൂരന്റെ അർഷാണെങ്കിലും കമ്മീഷൻ വേണ്ടി വരും. അതിന് പറ്റെങ്കിൽ പീടിയാൻ നിന്നാൽ ഞാനങ്ങോട്ട് വരാം. ഇല്ലാന്ന് ബ്രേക്ക് പൊട്ടിയ വണ്ടി വരുന്നുണ്ടോ ജി, അതേമാതിരി ചേക്ക് പുറത്തും. ഫസ്റ്റ് ഗിയർ ഇട്ടേ വെച്ചാളാ. എന്തായി മോളെ കല്യാണക്കാരൊക്കെ? മോളെ കല്യാണക്കാരെ നമ്മളാ ചേക്കൂനെ ഏൽപ്പിച്ചിന് ഞാനേ. ഇതെന്താ പുതിയ? അല്ല ഇതടാ നമ്മളാ അപ്പുണ്ണില്ലേ, അപ്പുണ്ണിന്റെ എവിടാണല്ലോ താമസം. ഓനക്ക് എന്തെങ്കിലും കൊണ്ടുപോകും. ഓന്റെ കഥ കട്ട പോകുകയാണ്. ഞാൻ പോണ വിചാരിച്ചിട്ട് പോയി നോക്കാം. അതല്ലേ? ഭയങ്കര കഷ്ടാണ്, പാവാണ്. എന്റെ കഥ കട്ട കഴിഞ്ഞു. പോയി നോക്ക. ഇപ്പൊ നടക്കാനൊന്നും വയ്യ. ഇപ്പൊ കാലൊക്കെ നിരങ്ങിയാ നടക്കുന്നത്. ആ ചേക്കല്ല വരുന്നത്. ചേക്കറ് കണ്ണാടേ പോരുണ്ട്. ഞാന് പെരെ വീടേലുണ്ട്. ഇവര് പോവാ. ചേക്കോ എവിടെ ചേക്കോ? ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. വാണം വിട്ട പോക്കുമാതിരി കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവൂലേ? ആവശ്യമുണ്ട്. മമ്മദിനെ കാത്തിട്ടുണ്ട്. മമ്മദ് കാത്തുക്കാറൊന്നോട്ടെ. ഞാൻ എന്നൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു ഞാനാ. എന്തായി എന്റെ മോളെ കാര്യം? എന്റെ മോളെ കാര്യല്ലേ? മോക്കൊരു പുതിയാപ്പള്ളം കിട്ടുന്ന കാര്യല്ലേ? അതിനും വേണ്ടി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി. പറ്റിയെ കിട്ടണ്ടേ? പറ്റി കിട്ടണം. എന്താ വെച്ചാല് ഇതൊരു നല്ല കുടുംബത്തിലുണ്ടായ മനുഷ്യന്. എന്റെ പേരക്കാരും അത്യാവശ്യം കുഴപ്പമില്ല. ഇങ്ങനൊക്കെ ആണെങ്കിലും ഏത് അപ്പൊ അതിന് പറ്റിയോലെ കിട്ടണം. ഏതെങ്കിലും കൊടുത്തിട്ട് എനിക്ക് പറ്റൂല. മോക്കും പറ്റൂല. മോൾക്കും വേണ്ടിട്ടില്ല. പറ്റിയ കന്നിനെ തന്നെ കിട്ടണ്ടേ? ഇന്നിപ്പോ ചന്ദന ദിവസം കീശേരി. ഞാൻ ഇപ്പൊ അങ്ങോട്ടാ പോണേ. ചന്തയൊക്കെ എന്റെ മോളെ ചന്തക്ക് പോടാനല്ല, നമ്മളെ മന്മദിന് 2 കന്നിനാണെന്ന് പറഞ്ഞു. അതിനും വേണ്ടിട്ടാ ഇത് വേഗം ശരിയാക്കി. അതിന്റെ കൂട്ടത്തിലാ ശരിയാക്കി തരാ കേട്ടോ. എന്താ അവിടെ? ഒന്നുമില്ല. മമ്മദേ അതാ മമ്മദാ വിളിച്ചത്. അപ്പൊ ഒരു കാര്യം ചെയ്തത് ശരിയാക്കിയിട്ട് ഞാനാണ്ട് വരും. നാളെ എനിക്ക് വിളിച്ചാ ശരിയാക്കിയാണ്ട് എന്നിട്ട് വന്നാണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. കവർ ഇതൊക്കെ വിളിച്ചാണ് കേട്ടാ. ഇത് നമ്മളെ അപ്പുണ്ണില്ലേ? ഓന്റെ അടുത്തേക്ക് പോകുന്നു. ഓന്റെ കഥ നമ്മളെ ഭ്രാന്തനപ്പുണ്യോ? ഭ്രാന്തനപ്പുണ്ണി. ഓൻ ഇവിടെ അല്ലേ താമസോ? അപ്പൊ ഈ തിരക്കിനടക്ക് ഇങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നത്. കഷ്ടത്തിലാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങി കൊടുക്കാനേ. ആയിക്കോട്ടെ. അപ്പൊ എന്റെ മമ്മദ് കാത്തിക്കുണ്ട്. ഞാൻ പോയേണ്ടി വരാന്നാല് ഇജ്ജ് പോയിട്ട് വരണം.
ട്ടോ ഞാൻ പറഞ്ഞേ മറക്കണ്ടല്ലേ ജി. ആയിക്കോട്ടെ അന്ന് വേഗം വാ. തിരക്കിന്റെ അടുക്കാൻ മറക്കൂല ആ. എന്നാ ജി വിട്ടോ. ആയിക്കോട്ടെ. ശശി ഇത് അവിടെ പോയി എടുക്കുക. ആ റബ്ബർ ഒന്നായിട്ട് അവിടെ വലിച്ച് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഓനോട് ഇവിടെ ഉണക്കാൻ പറഞ്ഞാൽ കൊണ്ടുപോയി അങ്ങോട്ടും പണ്ടറക്കും. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല. ശാസിയേ ശാസിയേ ആ ജബ്ബാറാണല്ലേ. ജബ്ബാറേ ജബ്ബാർ നിക്ക് 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 നിക്ക്. എന്തേ എങ്ങട്ടാ? ഞാൻ അപ്പുണ്ണിന്റെ അടുത്തേക്ക്. ഇത് നമ്മളെ ഭ്രാന്തനോ? ആ ഭ്രാന്തനപ്പുണ്ണി. ആ വലിയ അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാനും വേണ്ടിട്ട് അവസ്ഥ ആലോചിച്ചാലേ കഥ കഴിഞ്ഞില്ലേ ഒരു കഥയാണ്. ഇന്നലെ ഇപ്പൊ ഞാൻ അവിടുന്ന് കണ്ടിരുന്നു. കണ്ടി നിങ്ങള്? അത് കണ്ടപ്പോ എന്താ വെച്ചാല് ഓനെ അടുത്തേക്ക് നമുക്ക് പോകാൻ കഴിയൂല. കഴിയൂലല്ലേ? ഓനെ അപ്പം കുട്ടികളെ കാര്യം പറയും. അത് എനിക്കെന്താ വെച്ചാ ഈ പേരക്കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നമുക്ക് ഓനെ കാണുമ്പോ എന്തോ ഒരു മാതിരിയാ. എന്താ കഴിച്ചിനെന്ന് ഉച്ചക്ക് എന്തെങ്കിലും ചില കാര്യം കൊടുന്നു കൊടുക്കുന്നത് തിന്നു അത്രേ. ജമീൽ എപ്പോഴും പറയുന്നോട് പോയി വെക്കാൻ. പോയോക്കലുണ്ടോ? എന്റെ കുട്ടിയേച്ചി പറഞ്ഞ മാതിരി തന്നെ എനിക്കും അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഓന്റെ കാട്ടിക്കൂട്ടല് കാണുമ്പോഴേ നമുക്കൊരു വിഷമല്ലേ. അപ്പൊ ഞാൻ പോക്കില്ല. എപ്പാ നോക്കിയാലും കുട്ടികളെ വർത്താനം പറയാനുള്ളൂ. അതിനെ ഏതെങ്കിലും നല്ല പെരേക്ക് മാറ്റാൻ പറ്റൂല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി? ആ മണിന്റെ വീട്ടിലേനെ അവിടുന്ന് നിക്കണില്ലേ? ഓന്റെ കുട്ടികളെ ഇവിടെ അടക്കിയതല്ലേ? ആ മറവേത് ഇവിടല്ലേ? അപ്പൊ ഇങ്ങോട്ട് വന്നാണോ ഓന്? കാണാനുള്ള പൂതി കൊണ്ടാവിടാ. എന്താ ചെയ്യാ? കാണാൻ പറ്റും. ഒരു രാത്രി ഇങ്ങോട്ട് നേരം വെളുത്തപ്പോ ഒന്നായിട്ട് പോയതല്ലേ, സഹിച്ചാൻ പറ്റുന്നുണ്ടാവില്ല. ഇടക്കിടക്ക് അവിടെ ഇങ്ങനെ പോയോക്കലുണ്ടോന് ആ കുട്ടികളെ മറയത് സ്ഥലത്ത്? കേട്ടിരിക്കാൻ കഴിയൂല. ഞാൻ ഏതായാലും പോയോ കേട്ടോ. അന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്തു. ഇവിടെ എന്താ പണിക്കാരുണ്ടോ? ആ ഞാൻ ആ ശശിനെ കാത്തു നിക്ക. ശശി റബ്ബർ ഇവിടെ ഉണക്കിടാന്ന് പറഞ്ഞിനി. അപ്പൊ അതിന് വേണ്ടി നിക്ക. ഒരു കാര്യം ചെയ്താളാ, കൊണ്ടുപോയി കൊടുക്ക. ഞാൻ അതൊന്ന് കൊണ്ടുവരാറിയോ? ഇങ്ങനെയുള്ള ആൾക്കാര് ബുദ്ധിമുട്ടുകളാകുമ്പോഴേ നമ്മൾ ചെയ്തു കൊടുക്കണം. കൊറേ ആൾക്കാരുണ്ട് പോലെ അങ്ങോട്ട് ഒഴിവാക്കും. അങ്ങനെ നമ്മൾക്കൊണ്ട് കഴിയണം. എന്താ എന്താ നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരാള് നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നെ ഒരു നേരം പള്ളേ പയച്ചാലും ശരിയാവൂലേ? പടച്ചവും ഞാൻ ഏതോ കൊണ്ടുവരുത്താണ്ട് തരാം. ആയിക്കോട്ടെ. ഇന്നിപ്പോ ചെയ്താണ് കൊടുത്താളാ. നാളെ ഒരു കാര്യം ചെയ്തോ, ജമീലാന്റെ അടുത്തേക്ക് പോര്. എന്നിട്ട് എനിക്ക് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ പണി ചെങ്കില് പോന്നാണ്ട് ജമീലാന്റെ അടുത്ത് ചോറുണ്ടാവും. ചോറ് വാങ്ങിട്ട് കൊണ്ടുപോയി കൊടുത്താ പൂതി ഉണ്ടാവേ. മനസ്സിലാണ്. ഞാനാണ്ട് പോവില്ല, കഴിയൂല. അതുകൊണ്ട് ഞാൻ നാളെ ഉച്ചക്ക് വരാം. എന്നാ ഉച്ചക്കുള്ള ചോറ് അവർക്ക് കൊടുക്കാൻ കൊണ്ടു കൊടുത്താൽ എന്റെ കുട്ടി പോയിക്കോട്ടെ. എന്നാട്ടെ. എന്താ പടച്ചോനെ ഞാൻ ഈ കാണുന്നത്? അപ്പുണ്ണിയെ എന്തേ? എന്താണ് കുട്ടികളെ നമുക്ക് കാണാം. എന്ത് എനിക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? അല്ലല്ലേ എന്താ തിന്നാ? എന്റെ കണ്ണും മോറൊക്കെ ആകെ വാടിക്കണല്ലോ. പഴയൊക്കെ തിന്നാ കുട്ടികൾ. ആ കുട്ടികളെ നമുക്ക് കാണാം. കുട്ടികളെ കാണാം. കുട്ടികളെ നമുക്ക് കാണാം. ഇത് കഴിക്ക്. കുട്ടികളെ കിട്ടണം. എന്താ ചെയ്യാ? ആ മോൾട്ടിനെ നമുക്ക് കാണാം. കേട്ടോ. കുളിച്ചിട്ടൊന്നുമില്ലേ? കുളിച്ചോ? കുട്ടികളെ കാണാം. എന്താ ചെയ്യാ? ബേജാറുണ്ടോ? വേറെ കുട്ടികളെ നമുക്ക് കാണാം. കേട്ടോ. കുട്ടികളെ കാണാം നമുക്ക്. എല്ലാരും പറയും. ഇത് പഴം തിന്നാ. എന്താ എന്റെ കൊല? തിന്നലൊന്നും ഇല്ലപ്പോ. തിന്നാ. തിന്നൂടെ? പഴം തിന്നാ. ആ കുട്ടിയെ കൊടുക്കാം. അപ്പുണ്ണി തിന്ന്. കുട്ടിയെ നമുക്ക് കൊടുക്കാം. അപ്പുണ്ണി തിന്ന്. കുട്ടികളെ ഞാൻ കൊണ്ടുവരാം. കുട്ടികളെ കൊണ്ടുവരാം. അപ്പുണ്ണി തിന്ന് കേട്ടോ. അപ്പുണ്ണി ഇവിടെ ഇരിക്കട്ടോ. ഞാൻ പോയി വരാം കേട്ടോ. കുട്ടികളെ കൊണ്ടുവരാം കേട്ടോ.
ആരപ്പ ഈ നേരത്തെ ഈ കണ്ടിരുന്നു അപ്പുണ്ണിയാണല്ലത്. എന്താ അവർക്ക് എന്റെ കുട്ടികളെ മറവ് ചെയ്ത സ്ഥലത്ത് വന്നു. കുട്ടികളെ മറവ് ചെയ്ത പഠിച്ച തമ്പുരാനെ മാന്താണല്ലോ കുട്ടികളെ മറവ് ചെയ്തത് തോന്നി. ജബാറേ ഒന്ന് നടന്നാ അപ്പുണ്ണില്ലേ? അതെന്താ ഓരോ കുട്ടികളെ മറവ് ചെയ്തെടുത്ത് മാന്തന്. ഞാൻ അപ്പുണ്ണിന്റെ ഇപ്പൊ ഒന്ന് പോയതല്ലേ. ഞാനിപ്പോ അങ്ങാടി പോകുമ്പോൾ ആ കണ്ടില്ല എന്താ ആരാ നോക്കിയതാണ്. എന്നാ ഓനക്ക് ഇളകിക്കണ്. ഇതൊരു കാര്യം ചെയ്യും, അങ്ങാടി പോയിട്ട് ആരെങ്കിലും വിളിച്ചാണ്ട് വാ. ഞാൻ ആരെങ്കിലും എടുക്കണോ? ഞാൻ ഓനോട് പോയത് കേട്ടോ.